നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അന്ന് ഞാനൊരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. ഈ ഈ സിറ്റുവേഷൻ കഴിഞ്ഞു പോകുമ്പോൾ കുറെ ആത്മഹത്യകൾ നടക്കും, അല്ലെ കുറെ ആൾക്കാർ കിളി പോകും, കുറെ ആൾക്കാർ ഒളിച്ചോടും, കുറെ ആൾക്കാർ എന്താ പറയാ ഡിപ്രഷനിലേക്ക് പോകും. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്നൊരു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷൻ വരുമ്പോൾ സന്തോഷിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇവർ ലൈക്ക് ഗവൺമെന്റ് എംപ്ലോയീസ്, ചില പൊളിറ്റീഷ്യൻസ്, എല്ലാവരും അല്ല, ചില പൊളിറ്റീഷ്യൻസ്, ഇവർക്കൊക്കെ സന്തോഷമാകും. കാരണം ഇവർക്ക് ലാവിഷ് ആയിട്ടുള്ള വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള വകുപ്പോടെ ഉണ്ടാവും. മറിച്ച് ചെറുകിട കച്ചവടക്കാര്, ദൈനംദിന കൂലിപ്പണിക്ക് പോകുന്നവര്, അല്ലെങ്കിൽ അങ്ങനെ നിത്യേനയുള്ള കഴിവ് ഇതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാർ, അവര് കുടുക്ക പൊട്ടിക്കുന്ന ഒരു പടമായിരുന്നു ഞാൻ അവിടെ ഇട്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ബുദ്ധിപരമായിട്ട് വിനിയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ബുദ്ധിപരമായിട്ട് ഒരു 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 നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മളെല്ലാവരും പറയുന്നതാണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളെല്ലാവരും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച് കാണണം. കാരണം ഇത് ഞാൻ നിങ്ങൾക്ക് 2 ഇക്വഷൻസ് പഠിപ്പിക്കുന്നുണ്ടാവും, 2 നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. ആ നിയമങ്ങൾ ശരിയായ തരത്തിൽ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നിങ്ങൾ 110% രക്ഷപ്പെടും. അത് സമ്പന്നതയുടെ നിയമമാണ്. ഇവിടുത്തെ ഒരു സ്കൂളിലും ഒരു കോളേജിലും പഠിക്കാത്ത നിയമമാണ്. 2 എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള, സോൾഡ് ആയിട്ടുള്ള നിയമങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാ മാസവും, കഴിഞ്ഞ മുമ്പത്തെ മാസം നമ്മൾ ഈ വെൽത്തിനെ കുറിച്ച് പ്രോഗ്രാം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും പങ്കെടുത്തുണ്ടാവില്ല അല്ലേ? അതിനകത്ത് ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ടോ? വെൽത്തിനെ കുറിച്ച് ക്ലാസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരുണ്ടോ? കോഴിക്കോട്. ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ? അപ്പൊ നമുക്കതിന്റെ നമ്മുടെ റീഡേഴ്സ് ക്ലബിലെ കുറച്ച് കൂട്ടുകാരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റീഡേഴ്സ് ക്ലബില് റിച്ചർഡ് പോഡാർഡ് എന്ന പുസ്തകമാണ് നമ്മൾ ഈ വെൽത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്ത പുസ്തകം. അപ്പൊ അതിലെ 1-2 ആസ്പെക്റ്റുകൾ നമുക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ഇക്വഷൻസിലേക്കൊക്കെ ഞാൻ കടക്കാം. അപ്പൊ ഇതില് ഓക്കെ, 50 പേരായല്ലോ. നമുക്കത് ഞാൻ ഇത് സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. കാരണം ഇത് തുടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് ഇതിന്റെ ഒരു ഫ്ലോ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെയിറ്റ് ചെയ്തത് കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട് സാർ. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളൊക്കെ ശ്രദ്ധിച്ചിരുന്നോണം. സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർ ശ്രദ്ധിച്ചിരുന്നോണം. ചെറുകിട ബിസിനസ്സുകാർ ശ്രദ്ധിച്ചിരുന്നോണം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത തലത്തിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഇതിലെ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ അതുകൊണ്ട് സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്തോളാം കേട്ടോ. സ്ലൈഡ് ഷോ. സോ നമ്മുടെ എന്താ പറയാ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിട്ട പ്രൊമോ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ കുറെ അറിവ് നേടിയിട്ട് കാര്യമില്ല, ആ നേടുന്ന അറിവിനെ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ അറിവുകളെല്ലാം വെറും ഇൻഫർമേഷൻസ് മാത്രമായിട്ട് കഴിഞ്ഞു പോകും അല്ലെ? വെറും ഇൻഫർമേഷൻസ് മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരാൾക്ക് ഒരു 10 രൂപ ദാനം ചെയ്യുന്നത് പുണ്യമാണെന്നറിയാം. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നില്ലെങ്കിലോ പുണ്യമാണെന്ന അറിവ് കൊണ്ട് മാത്രം എന്ത് പ്രയോജനം? സോ അത് എപ്പോഴാണോ പഠിച്ചൊരു കാര്യം പ്രയോഗത്തിൽ വരുത്തുന്നത്, അത് അപ്ലൈ ചെയ്യുന്നിടത്താണ് കാര്യം. ഈ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും എന്ന് നോക്കാം. ഇപ്പൊ പലരും എൻ്റെ അടുത്ത് വരാം, എൻ്റെ പല ക്ലയൻസും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാറേ രക്ഷപ്പെടുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ക്ലയൻസ് പലരും വരിക. അപ്പോൾ അങ്ങനെ ഒരു സംഭവ കഥ ഞാൻ പറയാണ് കേട്ടോ. എൻ്റെ അടുത്ത് വന്ന കഥയല്ല, വേറൊരാൾക്ക് ഒരാള് ചെല്ലുകയാണ്. അപ്പൊ അയാൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു, 5 മണിക്ക് ഇന്ന ഓഫീസിൽ എത്താൻ പറഞ്ഞു.
അപ്പൊ ഈ ഓഫീസിലേക്ക് എത്തിയ ഇയാള് ചെന്നപ്പോ അവിടെ റിസപ്ഷനിൽ ആരും ഉണ്ടായിരുന്നില്ല, മറിച്ച് 2 വാതിൽ കണ്ടു. 2 വാതിൽ എന്ന് പറയുന്നത്, ഒന്ന് ജോലി ചെയ്യുന്നവർ, 2 ബിസിനസ്സുകാർ, അങ്ങനെ 2 വാതിൽ കണ്ടു. അപ്പൊ ഇയാളൊരു കമ്പനിയുടെ മാനേജർ ആയിരുന്നു. ഇയാൾ നേരെ ആ ജോലി ചെയ്യുന്ന അതിനകത്തേക്ക് ഇയാൾ കയറി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും 2 വാതിൽ കണ്ടു. മാസം 40,000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കുന്നവർ, മാസം 40,000 രൂപയിൽ കുറവ് സമ്പാദിക്കുന്നവർ എന്ന് കണ്ടു. ഇയാൾ 40,000 രൂപയിൽ കുറവ് സമ്പാദിക്കുന്ന വഴിയിലൂടെ വീണ്ടും അകത്തേക്ക് ചെന്നു. അപ്പൊ അതിൽ കണ്ടു മാസം 5,000 രൂപയിൽ കുറവ് മിച്ചം വെക്കുന്നവർ, മാസം 5,000 രൂപയിൽ കൂടുതൽ മിച്ചം വെക്കുന്നവർ എന്ന് കണ്ടു. ഇയാൾ 5,000 രൂപയിൽ കുറവ് ആയിരുന്നു ഇയാളുടെ മിച്ചം. ഇയാൾ നേരെ ആ വഴി ചെന്നു. ഇയാൾ വാതിൽ തുറന്ന് നോക്കിയത് എങ്ങോട്ടാണെന്നറിയോ? ഇയാൾ എവിടുന്നാണോ, ഏത് തെരുവിൽ നിന്നാണോ ഇയാൾ ആ വീട്ടിലേക്ക് കയറി ചെന്നത്, ഓഫീസിലേക്ക് കയറി ചെന്നത്, അതേ വഴിയിൽ തന്നെ ഇയാൾ വീണ്ടും എത്തി. കഥയുടെ പാഠം എന്താ? നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇന്നലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ നാളെ എന്ന് പറയുന്നത് അതേ വഴി തന്നെയായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ നമുക്ക് മുമ്പേ പോയ ആൾക്കാർ തിരഞ്ഞെടുത്ത വഴിയിലൂടെ നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നിൽ കണ്ടാൽ അത് ചെയ്യാനുമുള്ള മനസ്സുള്ളവർക്കാണ് ഇത് പ്രയോജനപ്പെടുക. നമ്മൾ ഈ ഒരു ക്ലാസ് സമ്പത്തിനെ കുറിച്ചെന്ന് പറയുമ്പോൾ സമ്പത്തിന് നിരവധി അർത്ഥതലങ്ങളുണ്ടല്ലേ. ആത്മീയപരമായ സമ്പത്ത് ഒരു ഘടകമാണ്, ശാരീരികപരമായ സമ്പത്ത് ഒരു ഘടകമാണ്, കുടുംബ സാമൂഹ്യ സമ്പത്ത് ഒരു ഘടകമാണ്, തൊഴിൽ സമ്പത്ത് ഒരു ഘടകമാണ്, ധനസമ്പത്ത്, നമ്മൾ ഇന്നെടുക്കുന്ന വിഷയം ധനസമ്പത്താണ്, സാഹസിക സമ്പത്ത്, സ്വാധീന സമ്പത്ത്. ഇതെല്ലാം വേണമെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഇപ്പൊ ആത്മീയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. നമ്മുടെ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ മനസുഖമാണ് അവിടെ ആത്മീയ സമ്പത്തിൽ നമ്മൾ നോക്കുക. ശാരീരിക സമ്പത്ത്, എൻ്റെ ആരോഗ്യപരമായ സമ്പത്ത്, കുടുംബ സാമൂഹ്യ സമ്പത്ത്. എൻ്റെ വീട്ടില് ഇപ്പൊ പിള്ളേച്ചിന് നാട്ടി വിലയില്ലെങ്കിലും വീട്ടിൽ പുല്ലുവില എന്ന് പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതാണ് എൻ്റെ കുടുംബപരമായ സമ്പത്തെങ്കിലോ? അതുകൊണ്ട് കാര്യമില്ലല്ലോ. 2 തൊഴിൽ സമ്പത്ത്. നിങ്ങൾ ജോലി എടുക്കുന്നിടത്ത് നിങ്ങളൊരു വിരുദ്ധനാണോ, നിങ്ങളൊരു എന്താ പറയാ, നിങ്ങളൊരു ഒരു എന്താ പറയാ, ഒരു ഒറ്റപ്പെട്ട പുള്ളിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ അവർക്ക് ഭീഷണിയാണോ? അത് നമുക്ക് ഒരിക്കലും തൊഴിൽപരമായ സമ്പത്ത് എന്ന് പറയാൻ പറ്റില്ല. അല്ലെ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണോ? അല്ലെ. ചില ആൾക്കാരില്ലേ ഭയങ്കരമായിട്ട് അയാൾ ആ ഓഫീസിൽ കയറ്റുന്നതിന് വിളക്കാണ്, അല്ലെ അയാൾ ഓഫീസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന, അത് തൊഴിൽപരമായ സമ്പത്തിന്റെ ഒരു ഭാഗമാണ്. ഓഫ് കോഴ്സ് ധനസമ്പത്ത്, നമ്മൾ അതിലേക്ക് ഇന്ന് പോവുക. സാഹസിക സമ്പത്ത്, ജീവിതത്തിൽ പുതുമ തേടുന്ന ആൾക്കാർ. രാവിലെ എഴുന്നേറ്റു കുറുക്കന്റെ പണിയാണെങ്കിലോ, കുറുക്കന്റെ പണി എങ്ങനെയാ? പാടത്ത് പോകണം, ഞണ്ടു പിടിക്കണം, കറുമുറ തിന്നണം, പാറമേ കയറണം, മാനത്ത് നോക്കണം, വെളുക്കോളം കൂവണം, കൂ 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 ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറുക്കന്റെ നാളത്തെ ജോലി എന്താ? അത് തന്നെയാണ്. എന്താ പുതുമയുള്ളേ? മറിച്ച് പുതുമകൾ, അല്ലെ, യാത്രകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇതൊക്കെയല്ലേ ഓർമ്മ. അപ്പൊ ഇതൊരു സമ്പത്താണ്. സാഹസിക സമ്പത്ത് പറയും. സ്വാധീന സമ്പത്ത്, ചില സ്കൂൾ മാസ്റ്റർമാര് അല്ലെ, ഒരു സമൂഹത്തിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവും, അല്ലെങ്കിൽ 10 പേർ മാനിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയും. അപ്പൊ ഇതും ഒരു സമ്പത്താണ്. അപ്പൊ സമ്പത്തിന്റെ 7 തലങ്ങളിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂടുതലും ധനസമ്പത്താണ്. ഈ ധനസമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായി വരിക. 2 കൂട്ടരാണ്. ഒന്നാമത്തെ കാര്യം സമ്പന്നർക്ക് വേണ്ടിയിട്ടാണ്. സമ്പന്നർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് പാവപ്പെട്ടവർ ജീവിക്കുന്നത് എന്ന കാര്യം സമ്പന്നർ കണ്ടുപഠിക്കുക. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് പാവപ്പെട്ടവരായി മാറണമെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. എങ്ങനെയാണ് സമ്പന്നർ പ്രവർത്തിക്കുന്നതെന്ന് പാവപ്പെട്ടവർ കണ്ടുപിടിക്കുക. നമ്മൾ ഏത് കാറ്റഗറി വരുന്ന ആൾക്കാരാണ്? ലോകത്തിൽ നിങ്ങൾക്ക് കാര്യം അറിയാം, ലോകത്തില് 95% ആൾക്കാർ, ശ്രദ്ധിക്കണേ, ലോകത്തില് 95% ആൾക്കാരുടെ കയ്യിൽ ഉള്ള ആകെ അസറ്റ്, ആകെ സമ്പത്ത് എന്ന് പറയുന്നത് ലോകത്തെ ആകെ സമ്പത്തിന്റെ 5% മാത്രമാണ്. ലോകത്തിലെ 95% ആൾക്കാരുടെ മൊത്തം കയ്യിലിരിക്കുന്ന സമ്പത്ത് കൂട്ടിയാൽ ലോക സമ്പത്തിന്റെ 5% വരുമെങ്കിൽ, ആകെയുള്ള സമ്പത്തിന്റെ 95% ഇരിക്കുന്നത് ഈ 5% ആൾക്കാരുടെ കയ്യിലാണ്.
നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്? ഇനി നമ്മൾ ഇന്നിങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അല്ലെ, കാലം മുന്നോട്ട് പോകും, നമ്മൾ വയസ്സാവും, പ്രായമാവും. ഒരു 65 വയസ്സ് കഴിഞ്ഞൊരു അവസ്ഥ എടുക്കും. ഇതിന് അമേരിക്കയിലെ ഒരു കണക്ക് ഞാൻ പറയാം കേട്ടോ. എന്റെ കയ്യിലെ ചാർട്ടിൽ ഇരിക്കുന്നതിനകത്ത് അമേരിക്കയിൽ 1%, 65 വയസ്സ് കഴിഞ്ഞതിനകത്ത് 1% സമ്പന്നർ, 4% അതിസമ്പന്നരാണ്. 1%, 4% സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരാണ്, 36% പെൻഷൻ പോലുള്ള സ്ഥിര വരുമാനമുള്ളവരാണ്, 54% ആൾക്കാർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ്, 5% ആൾക്കാർ 65 വയസ്സ് കഴിഞ്ഞിട്ടും ജോലി ചെയ്യുന്നവരാണ്. നമ്മൾക്കും വയസ്സാകും, നമ്മൾക്കും 65 വയസ്സെത്തും. നമ്മൾ ഈ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടും. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളിടത്താണ് ഈ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോ ഞാൻ ആദ്യമായി പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത് നമ്മൾ എല്ലാ ക്ലാസ്സിലും സംസാരിക്കുന്ന ഒരു വിഷയം അസറ്റിനെ കുറിച്ചാണ്. അസറ്റ് ഈ പദം ശരിക്ക് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല. അസറ്റ് എന്നതിന്റെ നിർവചനത്തെ കുറിച്ച് ഞാനൊന്ന് ഓടിച്ചു പറയാം, കാരണം നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാനൊന്ന് ഓടിച്ചു പറയാം പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അസറ്റ് എന്ന് പറയുന്നതിന്റെ നിർവചനം വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ, പുതിയ കൂട്ടുകാരൻ എഴുതി വെച്ചോളൂ. പേനയും പേപ്പർ എടുക്കുക, എന്നിട്ട് എഴുതി വെക്കാം. പേനയും പേപ്പർ എടുത്തോ? ഇതെന്താ ഓൾറെഡി എടുത്തു പേപ്പർ. അസറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുക: ഏതെന്നാണോ എന്റെ പോക്കറ്റിലേക്ക് പണം തിരികെ കൊണ്ടുവരുന്നത് അതാണ് അസറ്റ്. എഴുതുക: ഏതൊന്നാണോ എന്റെ പോക്കറ്റിലേക്ക്. എന്റെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവർ ക്ഷമിക്കുക കേട്ടോ. ഞാൻ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. ഏതൊന്നാണോ എന്റെ പോക്കറ്റിലേക്ക് പണം തിരികെ കൊണ്ടുവരുന്നത് അതാണ് അസറ്റ്. ഏതൊന്നാണോ എന്റെ പോക്കറ്റിലേക്ക് പണം തിരികെ കൊണ്ടുവരുന്നത് അതാണ് അസറ്റ്. അപ്പൊ ലയബിലിറ്റി എന്താ? ഏതൊന്നാണോ എന്റെ പോക്കറ്റിൽ നിന്ന് പണം അടിച്ചോണ്ട് പോകണേ, ഏതൊന്നാണോ എന്റെ പോക്കറ്റിൽ നിന്ന് പണം തിരികെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതെന്താണ്? ലയബിലിറ്റി. ഇത് രണ്ടും പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ വിദേശ മലയാളികളുടെ പണിതീരാത്ത വീടുകളുടെ എണ്ണം വളരെ കുറയുമായിരുന്നു. കേരളത്തിൽ നോക്കിക്കോളൂ, നിങ്ങൾ വിദേശത്ത് നിന്ന് കെട്ടിയ വീടുകളിൽ എത്ര എണ്ണം തേക്കാത്ത വീടുകളുണ്ട്? എത്ര വീടുകൾ വൈറ്റ് വാഷ് ചെയ്ത് ഫ്ലോർ ചെയ്യാതെ കിടപ്പുണ്ട്? എത്ര വീടുകൾ വയറിങ് ചെയ്യാതെ കിടപ്പുണ്ട്? ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ഒരു പാഠം പഠിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. വിദേശത്ത് പോയി പണിയെടുത്ത് കാശുണ്ടാക്കിയ പലരും ഈ അവസാനത്ത് ഇവിടെ വന്നിട്ട് പാപ്പരാകുകയും ആയിരുന്നില്ല. ഈ പാഠം പഠിക്കാനിട്ടാണ്. ഇത് സ്കൂളിൽ പഠിപ്പിക്കല്ലേ, അതാണ് ഇതിന്റെ കുഴപ്പം. അപ്പൊ ഈ അസറ്റും ലയബിലിറ്റിയും ഞാൻ നിങ്ങൾക്ക് ഒന്ന് വിശദീകരിച്ച് തരാം. സിമ്പിൾ ആയിട്ട് ഞാനൊരു ചെറിയൊരു കഥ പറയാറുണ്ട്. തങ്കപ്പൻ ചേട്ടന്റെ 2 മക്കൾ അല്ലെ, എന്റെ സ്ഥിരം കഥാപാത്രമാണ് തങ്കപ്പൻ ചേട്ടൻ. തങ്കപ്പൻ ചേട്ടന് 2 മക്കൾ. ഒരാളുടെ പേര് നോബിള്, എനിക്കിപ്പോ സ്ക്രീനിൽ കാണുന്ന വിനേഷാണ്. മറ്റൊരാളുടെ പേര് വിനേഷ്. അപ്പൊ നോബിളും വിനേഷുമാണ് തങ്കപ്പൻ ചേട്ടന്റെ 2 മക്കൾ. വിനേഷ് എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിക്കാരനാണ്. അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നുമില്ല. എല്ലാ മാസവും ഒരു നിശ്ചിത തുക തങ്കപ്പൻ ചേട്ടന്റെ പോക്കറ്റിലേക്ക് വിനേഷ് കൊണ്ട് ഇട്ടു കൊടുക്കും. അപ്പൊ വിനേഷ് തങ്കപ്പൻ ചേട്ടനെ സംബന്ധിച്ച് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അസറ്റ് ആണ്. അപ്പൊ അസറ്റ് എന്താന്ന് മനസ്സിലായില്ലേ? എന്നാൽ നോബലിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറെ പണിയൊക്കെ നോക്കി ഒന്നും ശരിയായില്ല. അതൊന്ന് ശരിയായി വന്നപ്പോൾ ആൾ ഇച്ചിരി വെള്ളാടിയൊക്കെ തുടങ്ങി. ആൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ആൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തങ്കപ്പൻ ചേട്ടന്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ, ചേട്ടൻ കൊടുത്ത പൈസ ഉണ്ടെന്ന് അറിയാലോ, തങ്കപ്പൻ ചേട്ടൻ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ അത് എടുത്തിട്ട് പോയി അത്യാവശ്യം അടിച്ചു കോങ്കിയായിട്ട് എന്നും വൈകുന്നേരം വീട്ടിൽ കയറി അപ്പഴത്തെ വിളിക്കും. നോബിള് തങ്കപ്പൻ ചേട്ടനെ സംബന്ധിച്ച അസറ്റ് ആണോ അസത്താണോ?
അസത്ത് അസത്ത് ലയബിലിറ്റി ആണ് അല്ലേ? ലയബിലിറ്റി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളൊരു വലിയ പണി കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ പണിക്ക് പോയിട്ട് നിങ്ങൾ വന്നിട്ട് വീട് വെച്ചു. ആ വീടിന്റെ പണി തീർന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അതിനുവേണ്ടി വാങ്ങിയ പൈസയ്ക്കും പലിശയ്ക്കും ആ വീട് നിങ്ങൾ ഇപ്പോൾ പണിയെടുക്കുന്ന പണം കൊണ്ട് അടയ്ക്കുന്നെങ്കിൽ ആ വീട് നിങ്ങൾക്ക് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ലയബിലിറ്റി. അപ്പോ ശ്രദ്ധിക്കൂ, രണ്ടുപേര് ഗൾഫിൽ നിന്ന് വന്നപ്പോ രണ്ടുപേരുടെയിലും 30 ലക്ഷം രൂപ വെച്ചുണ്ടായിരുന്നു. രണ്ടുപേരും ഒരു 25 ലക്ഷം രൂപ വീതം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്, അപ്പോ 30 ലക്ഷം രൂപ അവരുടെ ഗൾഫിലെ പണിയുടെ ബാക്കി കയ്യിലുണ്ട്. 25 ലക്ഷം രൂപ വീതം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഒരാൾ അത് ഉപയോഗിച്ച് ഒരു വലിയ 55 ലക്ഷം രൂപയുടെ ഒരു വലിയ വീട് വെച്ചു. മറ്റേയാൾ ആ 55 ലക്ഷം രൂപ കൊണ്ട് നാട്ടിൽ ജംഗ്ഷനിൽ കൊടുക്കാനിട്ടുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങി. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വീട് വാങ്ങരുതോ വീട് വെക്കരുതോ എന്നല്ല, അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു വരുന്നത്. 55 ലക്ഷം രൂപ കയ്യിൽ ഉണ്ടായിരുന്നത് 25 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ ആയിരുന്നു. ഒരാൾ അത് ഉപയോഗിച്ച് വീട് വെച്ചു, മറ്റൊരാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങി. ഏതാണ് അസറ്റ്, ഏതാണ് ലയബിലിറ്റി? ഷോപ്പിംഗ് കോംപ്ലക്സ് അസറ്റ്. ഈ പാഠം കൂട്ടുകാരെ സത്യസന്ധമായി പറയണം, ഈ പാഠം നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഗൾഫ് മലയാളികൾക്ക് ഇത്ര ലയബിലിറ്റി ഉണ്ടാകുമായിരുന്നില്ലയോ? ഇല്ല. കാരണം ഇയാളുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അതിൽ മാസം 10, 25,000, 50,000 രൂപ വാടക കിട്ടുന്നുണ്ടാവും. ഈ വാടക ഇയാളുടെ ലോൺ അടയ്ക്കും. മറിച്ച് വീട് വെച്ചവനോ, ആ വീട് 55 ലക്ഷം തീർന്നുണ്ടാവില്ല, 65 ലക്ഷം വരെ വീട് പോയി, ബാക്കി ഉണ്ടായിരുന്ന 10 ലക്ഷം രൂപയും കടമെടുത്തിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ പോയി കിടക്കുന്നത് മുഴുവൻ ഈ വീടിന്റെ കടം വീട്ടാനാ. നേരത്തെ സൂര്യ ഒരു കാര്യം സൂചിപ്പിച്ചു, നിതീഷ് ഒരു കാര്യം സൂചിപ്പിച്ചു, ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കേണ്ടേ. എങ്ങനെ ജീവിക്കാൻ പറ്റും പാവം? ഈ വീടിന്റെ കടം വിട്ടാതെ എങ്ങനെ അവിടെ തിരിച്ചിങ്ങോട്ട് വരും? ഇനി തിരിച്ച് ഇങ്ങോട്ട് വന്ന കയ്യിൽ വല്ലതും ഉണ്ടാകുമോ? നേരെ മറിച്ച് ഒരേ പണത്തെ തന്നെ ബുദ്ധിപരമായി വിനിയോഗിച്ച അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത മറ്റേയാൾക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. കാരണം അയാൾക്ക് ഈ ബിൽഡിംഗ് ലോൺ അടയ്ക്കും. ഇതിന്റെ ലോൺ ഒതുങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ധൈര്യമായിട്ട് 50 ലക്ഷം രൂപ പുതിയതായിട്ട് ലോൺ വാങ്ങാം, ബാങ്കിൽ നിന്ന് എടുക്കാം. ആ ലോൺ ആരടച്ചോളും? ഈ കടമുറി അടച്ചോളും. കാരണം അയാൾക്ക് അപ്പോൾ 2 അസറ്റായി. ഇയാൾ അസറ്റ് എന്ന് കരുതി. അപ്പൊ നമ്മൾ പലപ്പോഴും അസറ്റ് എന്ന് കരുതി വാങ്ങിക്കൂട്ടുന്നത് പലപ്പോഴും ലയബിലിറ്റി ആണ്. അപ്പോൾ പോയിന്റ് നമ്പർ 1 നിങ്ങൾ മനസ്സിലാക്കുക. നാളെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ പുറത്തേക്ക് പോകുമ്പോൾ ഈ പോകുന്നത് അസറ്റിലേക്കാണോ ലയബിലിറ്റിയിലേക്കാണോ എന്ന് നോക്കി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക. എഴുതി വെക്കുക. അതിൽ കോംപ്രമൈസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. വീട്ടിൽ മേടിക്കുന്ന ഭക്ഷണം, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കൊക്കെ ചെലവിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നെ ഒന്ന് തീറ്റിപ്പോറ്റിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ ചെലവിന് തരില്ല പറയരുത്. ബേസിക് നീഡ്സിൽ കോംപ്രമൈസ് അരുത്. അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പണത്തിന് ശേഷം ഉണ്ടാകുന്ന പണത്തെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കേട്ടോ? എഴുതി വെക്കുക. ഇനി എന്റെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്ന് നോക്കി മാത്രമേ ചെലവഴിക്കൂ. ഒരു മന്ത്രം പോലെ എഴുതി വെക്കൂ. ഇന്നത്തെ ട്രെയിനിങ്ങിലെ പോയിന്റ് നമ്പർ 1. കഴിഞ്ഞോ? പോയിന്റ് നമ്പർ 2. നമുക്ക് റിച്ചാർഡ് പറയുന്ന 3 കാറ്റഗറിപ്പെട്ട ആൾക്കാരെ ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം, തീരെ പാവപ്പെട്ടവർ, മിഡിൽ ക്ലാസ്, റിച്ച്, അല്ലെ? 3 കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ അസറ്റ് ലയബിലിറ്റി നിങ്ങൾക്ക് ഒന്നുകൂടി ഡെപ്തിൽ മനസ്സിലാവും. ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരുത്തനെന്ന് പറഞ്ഞാൽ അവന് വരുമാനമുണ്ട്. അവനെ സംബന്ധിച്ച് അവന് വരുമാനമുണ്ട്, അവന് ഒരു ഇൻകം ഉണ്ട്. ലോകത്ത് എല്ലാവർക്കും ഇൻകം ഉണ്ട്. പാവപ്പെട്ടവനുണ്ട്, പണക്കാരനുണ്ട്, മിഡിൽ ക്ലാസ്സുകാരനും ഇൻകം ഉണ്ട്. പക്ഷെ അവന് എക്സ്പെൻസ് ഉണ്ട്, ചെലവുണ്ട്, അല്ലെ? ഈ ഇൻകം കഴിഞ്ഞ് അവൻ എക്സ്പെൻസ് കഴിയുമ്പോൾ
അവന് മിച്ചമൊന്നുമില്ല. അവൻ വന്നു ചെലവാക്കി, പിന്നെ മിച്ചമൊന്നുമില്ല. അപ്പൊ അവനെ സംബന്ധിച്ച് ഈ പറയുന്ന അസറ്റും ലയബിലിറ്റി അവിടെ കിടക്കും. അപ്പൊ അവൻ എന്ത് വെച്ചാൽ അവന്റെ സ്ഥിരം വെച്ച് കഴിഞ്ഞാൽ അവൻ ലോൺ കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ചെറിയ ലോൺ എടുക്കുന്നുണ്ടാവും. പക്ഷെ അവൻ ലോൺ മാസാമാസം അടക്കാൻ അവന് പറ്റില്ല. ഈ ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പലപ്പോഴും ഇപ്പൊ കുടുംബശ്രീ എടുത്ത ലോൺ എടുത്തവരൊക്കെ ഈ ഓണം വരുമ്പോൾ തിരിച്ചടയ്ക്കണം. അപ്പൊ ഓണം വരുമ്പോൾ ഒരു ഭയങ്കര ഹറിബറി ഓട്ടാണ്. എന്നിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഓണക്കാർക്ക് കൊടുത്തിട്ട് പിറ്റേ ദിവസം മുതൽ വീണ്ടും മറിക്കുന്നുണ്ടാവും. കാരണം ഈ വരവും കഴിഞ്ഞ് ചെലവും കഴിഞ്ഞ് പാവപ്പെട്ടവന് ഓരോ മാസവും കൊടുക്കാനില്ല. പിന്നെ ലയബിലിറ്റിയിലേക്ക് കൊടുക്കാനില്ലേ, പിന്നെ അസറ്റ് കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി മിഡിൽ ക്ലാസ്സുകാരുടെ എടുക്കാം. ഇപ്പൊ ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്, മാസം ഒരു 10, 75,000, 80,000 ശമ്പളം കാണുന്നു കരുതുക. ഈ എനിക്ക് വരവുണ്ടാവും, എനിക്ക് ചെലവുണ്ടാവും. പക്ഷെ എനിക്ക് വരവും കഴിഞ്ഞ് ചെലവും കഴിഞ്ഞ് ഞാനിപ്പോ എന്ത് വെച്ചാൽ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാറ് വാങ്ങാം. ഇപ്പൊ ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് 50 ലക്ഷം രൂപ വരെ, 20 ലക്ഷം, 50 ലക്ഷം രൂപ വരെ വീട് വെക്കാൻ പൈസ കിട്ടുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ എടുത്തു കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്റെ ലോണിലേക്കൊക്കെ അടഞ്ഞു പോയി, എന്റെ ലയബിലിറ്റിയിലേക്ക് ഈ സാധനം പോകും. എന്നാൽ ഞാൻ അസറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കൂട്ടിയ സാധനമാണിത്. ഇത് അസറ്റാണോ ലയബിലിറ്റി ആണോ നമുക്കിപ്പോ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് എന്റെ അസറ്റിലേക്ക്, എനിക്ക് തിരികെ കൊണ്ടുവരുന്ന വരുമാനത്തിലേക്ക് ഒന്നും നിക്ഷേപിക്കാനുണ്ടാവില്ല. കാരണം എന്താ, ഞാൻ മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടില്ലേ, സർക്കാർ ജോലി, ഇതിനകത്ത് ആരെങ്കിലും സർക്കാർ ജോലിക്കാരുണ്ടോ? സർക്കാർ ജോലിക്കാരോ മാസ ശമ്പളം പറ്റുന്നവരോ ഇവിടെ ഇന്ത്യയില് അങ്ങനെ ഒരാളുണ്ടെന്ന് കരുതും. ഉണ്ട്, പിണ്ടാത്ത പേടിച്ചിട്ട് പാവം. സി, നമ്മൾ ഇങ്ങനെ പറയാ അല്ലെ, ഇത് നിങ്ങൾ ഇവര് ഇടയ്ക്ക് മക്കളെ കേൾക്കണ്ട കേട്ടോ. നമ്മൾ ഇങ്ങനെ പറയാ, ഒന്നാമത്തെ ആഴ്ച ഗോൾഡൻ വീക്ക്, സുവർണവാരം, ശമ്പളം കൈ കിട്ടി, അക്കൗണ്ടിൽ ക്യാഷ് കയറി, ഭയങ്കരമാണ് അല്ലെ, ആരെന്ത് മേടിച്ചാലും മേടിച്ചു കൊടുക്കും. രണ്ടാമത്തെ ആഴ്ച അത്യാവശ്യത്തിന് മാത്രം, സിൽവർ വീക്ക്, വെള്ളി തെളിയും. മൂന്നാമത്തെ ആഴ്ച കോപ്പർ വീക്ക്, ചെമ്പ് തെളിയും. അപ്പൊ പിന്നെ എന്തായി, ഏറ്റവും അത്യാവശ്യത്തിന് മാത്രമേ നമ്മൾ പൈസ എടുക്കുള്ളൂ. നാലാമത്തെ ആഴ്ച പാപ്പർ വീക്ക്. ശരിയോ തെറ്റോ? ഇത് ഗൾഫുകാർക്ക് എപ്പോഴാണ് അപ്ലൈ എന്ന് പറയുന്നോ, നിങ്ങൾ നാട്ടിലേക്ക് ലീവിന് അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി നിർത്തി പോകുന്നു, ഇവിടെ വന്നുമ്പോ ഗോൾഡൻ വീക്കാ. ഓ, അത് വാങ്ങിയ കാറ് റെന്റിനെടുത്ത് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഒറ്റ മാസം കഴിയുമ്പോൾ സിൽവർ ആവും. തിരിച്ചു പോണ സമയത്ത് പാപ്പറായി. എടി ആ തന്ന പൈസ എന്ത്, അതിങ്ങ് തന്നെ പണയം വെച്ച് തിരിച്ചു പോകും. അപ്പൊ ഇതാണ് ഈ നമ്മൾ കിടന്ന് കളിക്കുന്ന ഈ ഒരു ചട്ടക്കൂട്. എന്നാൽ നിങ്ങൾ ഈ നമ്മുടെ ഈ സമ്പന്നരുടെ ശാസ്ത്രം പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, അവർക്ക് ഇതെല്ലാം ഉണ്ട്. ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, അസറ്റ് ഉണ്ട്. ഇവരെ അസറ്റിലേക്ക് കൂടി കുറെ പൈസ മാറ്റി വെക്കും. ഈ അസറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ നിങ്ങളുടെ അത്ര പോലും വരുമാനം അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ വരുമാനത്തിൽ നിന്നും അവർ മിച്ചം പിടിക്കുന്ന പൈസ ഉപയോഗിച്ച് അവർ എക്സ്ട്രാ എവിടെയെങ്കിലും കൊണ്ടൊക്കെ ഇടും. ആ എക്സ്ട്രാ കണ്ടെത്തുന്ന സാധനത്തിൽ നിന്ന് അവർക്ക് വീണ്ടും എന്ത് ചെയ്യും, ഒരു വരുമാനം നേടിക്കൊടുക്കും. ഇതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കാതെ പോയ നമ്മൾ. അപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയെന്നല്ല, എത്ര പണം നിങ്ങൾ ഇപ്പോൾ മിച്ചം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവോ, എടാ ഞാനൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്ന പൈസയൊക്കെ അറിഞ്ഞാണ്ടല്ലോ, നീ എന്നും അത് ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് പറയും. എന്താ കാര്യം, ഇപ്പൊ പാപ്പര. കാരണം ഇതിനെ ഈ കാരണവന്മാർ ചക്രം എന്ന് വിളിക്കുന്നത് എന്നറിയോ, ഇത് ഉരുണ്ടുകൊണ്ടിരിക്കും. ചക്രം, ഇതിനെ ചക്രം എന്നാ വിളിക്കുക. ഇതിനെ മാനേജ് ചെയ്യാൻ അറിയുന്നവനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിനടുത്തിരിക്കുള്ളൂ. അപ്പോ കൂട്ടുകാരെ, പോയിന്റ് നമ്പർ 2, പണം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. പണത്തെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ആ സാധനം ഇരിക്കില്ല. ക്ലിയർ? ഇനി നോക്കൂ, നമുക്ക് എല്ലാവർക്കും ഇൻകം ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ വീട് ഇതാണ്, നിങ്ങളുടെ വീട്ടിലെ ക്യാഷ് ബാഗ് ആണ്, കാശ് പെട്ടി. അത് ഇറ്റ് മേ ബി യുവർ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു അലമാര ആവാം, അല്ലെങ്കിൽ ഒരു സഞ്ചി ആവാം, അല്ലെങ്കിൽ കുടുക്ക്, എന്തോ ആവട്ടെ. നമുക്ക് എല്ലാ മാസവും അതിലേക്ക് എന്ത് വരുന്നുണ്ട്, എല്ലാ മാസവും അതിലേക്ക് പണം വരുന്നുണ്ട്. ഇപ്പൊ ജെസി മാഷിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇൻകം സോഴ്സ് ഉണ്ട് ജെസി മാഷ് നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്? ഇപ്പൊ അങ്ങേക്ക് അവിടെ ജോലിയുണ്ട്, പ്ലസ് വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫ് ഇടുക. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച 4 ആരോയുടെ സ്ഥാനത്ത് മാഷിന്റെ വീട്ടിലേക്ക് 2 ആരോ ഉണ്ട് അല്ലെ? ഇപ്പൊ നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ വീട്ടമ്മയാണ്, ഒരു വീട്ടമ്മയുണ്ട്, 2 മക്കളുണ്ട്, ഒരാൾ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒറ്റ ആരോയെ കാണുള്ളൂ.
നേരെ മറിച്ച് പുറത്തേക്കുള്ള ആരോ എങ്ങനെ? അത് എക്സ്പെൻസ് ആണ് കേട്ടോ. പുറത്തേക്കുള്ള ആരോ 2 ആണോ? അത് ഒത്തിരിയാണ്. നമ്മുടെ വീടിന്റെ വാട്ടർ ടാങ്ക് സങ്കല്പിച്ചാൽ മതി. വാട്ടർ ടാങ്കിലെടുത്ത് എങ്ങനെയാ? ഒരു കിണറ്റിൽ നിന്ന് ഒരു പൈപ്പ് ലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഇതിലേക്ക് കൂടി ഉണ്ടാവും, ഒരു കുഴൽക്കിണറിൽ കൂടി ഉണ്ടാവും. ഒന്നോ രണ്ടോ വാട്ടർ അതിനകത്തേക്ക് ഇതുണ്ടാവും. പുറത്തേക്ക് പോകുന്ന എങ്ങോട്ടൊക്കെയാ? വാഷ്റൂമിലേക്ക് പോവും, അല്ലെ? നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് വരും, വാഷിംഗ് മെഷീനിലേക്ക് പോവും, അവിടെ പോവും, ഇവിടെ പോവും, ഓരോ മുറിയിലേക്ക്, ഗാർഡനിലേക്ക് പോവും, എല്ലായിടത്തേക്കും ഈ ഔട്ട്ഫ്ലോ ഉണ്ടാവും. ഇത് തന്നെയല്ലേ ഒരു ശരാശരിക്കാരന്റെ പോക്കറ്റിന്റെ അവസ്ഥ? 1 2 വരുമാനം, മാസം തുടങ്ങുമ്പോഴോ പാല്, പത്രം, മീൻ, അങ്ങനെ കുറെ ചെലവുകൾ, കുട്ടികളുടെ പഠിത്തം, ഫീസ്, സ്കൂൾ വാൻ ഫീസ്, അമ്മയ്ക്ക് മരുന്ന്, അച്ഛന് മരുന്ന്, പച്ചക്കറി, പാല്, അങ്ങനെ കുറെ പോവും. കല്യാണം, അടിയന്തരം, മനസ്സമ്മതം, പാല് കാച്ചൽ, അങ്ങനെ കുറെ പോവും. അപ്പോ ഇതെന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മിച്ചം പിടിക്കാൻ പറ്റുമോ? ഈ എല്ലാ ഫ്ലോയും കഴിഞ്ഞ് മിച്ചം എത്രയുണ്ടോ അതാണ് നമ്മുടെ സമ്പാദ്യം ഓരോ മാസവും. അത് സാധാരണക്കാരൻ ഉണ്ടാവാറില്ല. മിച്ചം പിടിക്കണമെങ്കിൽ 2 വഴിയുണ്ട്. ഒന്ന്, എന്ത് ചെയ്യണം? ഈ പൈപ്പ് അടക്കണം. മക്കൾ ഈ മാസം സ്കൂൾ ഫീസ് കൊടുക്കണ്ട, സ്കൂളിൽ പോകണ്ട, അടക്കാൻ നമുക്ക് പറ്റില്ല. അച്ഛൻ മരുന്ന് മേടിക്കണ്ട, പറ്റില്ല. പാല്, പത്രം നിർത്താം, പറ്റില്ല. അപ്പോ ശരിയായ വഴി എന്താണ്? 2 വഴിയാണ്. ഒന്ന്, സെറ്റ് എ ന്യൂ പൈപ്പ് ലൈൻ. അതിലേക്ക് ഒരു പുതിയ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വരുന്ന പൈപ്പിന്റെ വലിപ്പം കൂട്ടുക. ഇപ്പൊ ഞാൻ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായി? പൈപ്പിലൂടെ വരുന്ന വെള്ളം നമുക്ക് പണമാണ്. അപ്പൊ പൈപ്പ് ലൈനിന്റെ വലിപ്പം കൂട്ടുക എന്ന് പറയുമ്പോൾ അത് ആരാ തീരുമാനിക്കണേ? നിങ്ങളുടെ എംപ്ലോയർ ആണ്. നിങ്ങളൊരു ജോലിയാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലി തരുന്ന മുതലാളി പോയി പറയണം, എന്റെ ഈ അടിയിലേക്കുള്ള പൈപ്പ് എല്ലാം തുറന്നു കഴിയുമ്പോൾ ഒന്നും മിച്ചം കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തരുന്ന ശമ്പളത്തിന്റെ ഇരട്ടി തരണം. അയാൾ തരുമോ? പിന്നെ അഡോപ്റ്റ് ചെയ്യാവുന്ന വഴി എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഇൻകം സോഴ്സിന്റെ കൂടെ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ചെയ്യാം. എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിനെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഒന്ന് ഫ്ലറിഷ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ കുറെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ എക്സ്ട്രാ ടൈമും കൂടുതലൊക്കെ ആവശ്യമാണ്. ഇത്രയും കൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് നിർത്തിയത്. ഓർക്കുന്നുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ പഠിക്കാത്ത, ഒരു സ്കൂളിലും ഒരു കോളേജിലും നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ചിലപ്പോൾ ഒരു ബിലീഫ് സിസ്റ്റത്തിന് എതിരായിരിക്കാൻ ഞാൻ പറയുന്ന കാര്യം, പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പ്രൂവ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കണം. കോമ്പൗണ്ടിങ്, ലോകത്തെ 8ാമത്തെ അത്ഭുതം. കോമ്പൗണ്ടിങ്, ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? കോമ്പൗണ്ടിങ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ് ഏട്ടാ നമ്മൾ സാധാരണക്കാർ ചെയ്യാത്തതും പണക്കാർ ചെയ്യുന്നതും. സി, 10,000 രൂപ നമ്മൾ ഇപ്പൊ മുത്തൂറ്റിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ നിങ്ങള്? 7 വർഷം കൊണ്ട് ഇരട്ടിക്കും. കണ്ടോ? മുത്തൂറ്റിന്റെ പരസ്യം കണ്ടിട്ടുണ്ടോ? 7 വർഷം കൊണ്ട് ഇരട്ടിക്കും. അതിൽ കൂട്ടുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു റൂള് പഠിപ്പിക്കാൻ പോണ് കേട്ടോ. റൂൾ ഓഫ് 72 എഴുതി വെച്ചോളൂ. റൂൾ ഓഫ് 72 ആരെങ്കിലും എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ സാധനം? റൂൾ ഓഫ് 72. റൂൾ ഓഫ് 72 എന്ന് പറയുന്നത്, നമ്മൾ ഇടുന്ന പണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്മേൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. എന്താണ്? നമ്മൾ ഇടുന്ന പണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്മേൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? റൂൾ ഓഫ് 72. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ 10,000 രൂപ ഇട്ടാൽ 10,000 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്.
ഈ 10,000 രൂപയ്ക്ക് ബാങ്ക് 10% ഇൻട്രസ്റ്റ് തരാമെന്ന് പറയുന്നു. ബാങ്ക് എത്ര ശതമാനം ഇൻട്രസ്റ്റ് തരാമെന്ന് പറയുന്നു? 10% ഇൻട്രസ്റ്റ് തരാമെന്ന് പറയുന്നു. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ബാങ്ക് നിങ്ങൾക്ക് 10% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തുക 11,000 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുന്നത് എങ്ങനെയാ? അടുത്ത വർഷം കൂട്ടുന്നത് 11,000 രൂപയുടെ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ കൂട്ടി വരുമ്പോൾ എത്ര വർഷം കൊണ്ട് ഈ തുക ഇരട്ടിക്കുമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഇങ്ങനെയാണ്: ഇൻട്രസ്റ്റ് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ 72. ഇപ്പൊ ഇൻട്രസ്റ്റ് പെർസെന്റേജ് 72 ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് പെർസെന്റേജ്. 72 ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് പെർസെന്റേജ്. 72 എന്ന് പറയുന്നത് ഞാൻ ഈ റൂൾ ഓഫ് 72ലെ 72 ആണ്. അപ്പൊ ഇവിടെ എത്ര ശതമാനം പലിശ തരാന്ന് പറയുന്നത്? 10% പലിശ തരാന്ന് പറയുന്നെങ്കിൽ 72 ഡിവൈഡഡ് ബൈ 10 സമം 7.2 വർഷം കൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഈ തുക ഇരട്ടിക്കും. അപ്പൊ നിങ്ങളുടെ പെർസെന്റേജ് 9 ആണെങ്കിൽ എത്ര വരും? 72 ഡിവൈഡ് ബൈ 9 വരും. അപ്പൊ 7.2 എന്നുള്ളത് 8ന് മേളിൽ പോകും. റൈറ്റ്? ഈ ഫോർമുല മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാമോ സാറേ? ബാങ്ക് തരാമെന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ സൂരജ്? അതെ. ആ ഇൻട്രസ്റ്റ് കൊണ്ട് 72നെ ഹരിക്കണം. ഇതാണ് റൂൾ ഓഫ് റൂൾ ഓഫ് 72. ആ ഇൻട്രസ്റ്റ് ഇയർലി ഇൻട്രസ്റ്റ് അല്ലേ? ഇയർലി ഇൻട്രസ്റ്റ്. ഇപ്പൊ ബാങ്ക് തരാമെന്ന് പറയുന്ന 5 ആണെങ്കിൽ നിങ്ങൾ 72നെ ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 14.4 വർഷം കൊണ്ടേ പൈസ ഇരട്ടിക്കുള്ളൂ. ഇപ്പൊ കണക്ക് മനസ്സിലായോ? കണക്ക് മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഒരു പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം. ഈ 2 വാക്കുകൾ എഴുതുക: ലീനിയർ ഗ്രോത്ത് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പഠിപ്പിച്ചു തരാം. ലീനിയർ ഗ്രോത്ത് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ജെ.സി. മാഷ് 10,000 രൂപ ബാങ്കിലിട്ടു. പ്രദീപ് ഏട്ടൻ 10,000 രൂപ ബാങ്കിലിട്ടു. രണ്ടുപേരും ഒരേ ബാങ്കിൽ തന്നെ. ഒരു ബാങ്കിന്റെ ഏജന്റ് വന്ന് പറഞ്ഞു, നിങ്ങൾ 10,000 രൂപ വെച്ച് നിങ്ങൾ ബാങ്കിലിട്ടു എന്ന് കരുതുക. ഇട്ടോ ജെ.സി. മാഷെ? പ്രദീപ് ഏട്ടൻ ഇട്ടോ? ഈ പറയുന്ന 10% ബാങ്ക് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്തത്. 7 വർഷം എടുക്കാം. നമുക്ക് കണക്കിന് വേണ്ടി 7 വർഷം എടുക്കാം. 7 വർഷം കൊണ്ട് 2 പേരുടെയും തുക ഇരട്ടിയായി. റൈറ്റ്? 2 പേർക്കും 20,000 രൂപയായി. ജെ.സി. മാഷ് എന്ത് ചെയ്തു? ആ 20,000 രൂപ കിട്ടിയതിനകത്ത് നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്തു. മുതൽ അവിടെ കിടക്കട്ടെ. 10,000 എടുത്തു. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക? ഒരു ചിട്ടി വട്ടത്തിൽ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലേ മൊത്തം എടുത്ത് പുട്ടടിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ മുതൽ അവിടെ കിടക്കട്ടെ, ബാക്കി നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഇപ്പൊ ജെ.സി. മാഷിന് ലീനിയർ ഗ്രോത്ത് ആണ് നടക്കാൻ പോകുന്നത്. പ്രദീപ് ഏട്ടൻ ആ 10 എടുത്തില്ല. പ്രദീപ് ഏട്ടന്റെ 20 അവിടെ കിടപ്പുണ്ട്. ഇപ്പോ ലീനിയർ ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ജെ.സി. മാഷ് എല്ലാ 7 വർഷം കൂടുമ്പോഴും ഇതേപോലെ 10,000 രൂപ വെച്ച് ആ തുക ഇരട്ടിക്കുകയും 2 പേരുടെ തുക ഇരട്ടിക്കുന്നുണ്ട്. ജെ.സി. മാഷും 10,000 വെച്ച് വിഡ്രോ ചെയ്തിരുന്നു. അപ്പോ ഒരു 14 വർഷം, അതിനുശേഷം 21 വർഷം, 29 വർഷം, 36 വർഷം, 46 വർഷം, ഏകദേശം 50 വർഷം. 1, 2, 3, 4, 5, 6, 7 തവണ ഈ സംഭവം അരങ്ങേറിയെന്ന് കരുതുക. ഒരു 50 വർഷം നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ജെ.സി. മാഷെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപ 80,000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്താ? അദ്ദേഹം പ്രിൻസിപ്പൽ എമൗണ്ട് അവിടുന്ന് എടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഓരോ വർഷവും 10,000 രൂപ വെച്ച് ലാഭം കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ജെ.സി. മാഷ് സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. എന്നാൽ സങ്കടപ്പെടും. എപ്പോഴാണെന്നറിയോ? ആ 10,000 രൂപ, വെറും 10,000 രൂപ അവിടെ നിക്ഷേപിച്ചിട്ട് അതിനെക്കുറിച്ച് മറന്നു. ആര്? പ്രദീപ് ഏട്ടൻ ഈ പറയുന്ന പോലെ 7 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രദീപ് ഏട്ടന്റെ ആ 10,000 രൂപ 13 ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. കണക്കെഴുതി നോക്കിയാൽ മതി. പ്രദീപ് ഏട്ടന് അടുത്ത 7 വർഷം 20,000 അത് കഴിഞ്ഞപ്പോൾ 40,000 അത് കഴിഞ്ഞ് 80,000 1,60,000 3,21,000 6,40,000 13 ലക്ഷം രൂപയായി. ദിസ് ഈസ് ദ പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, ദ പവർ ഓഫ് കോമ്പൗണ്ടിങ്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കേട്ടു. പക്ഷെ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ നിങ്ങൾ എത്ര പേർ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്? പറയൂ, പറഞ്ഞോളൂ. അപ്പോ 10,000 രൂപ 10-25 വർഷം മുമ്പ് കയ്യിൽ വരാഞ്ഞിട്ടല്ലല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഒരു 35 വർഷം 40 വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ 50 വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ 25ാമത്തെ വയസ്സിൽ 10,000 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ എന്തേ അതിനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തില്ല? കാരണം എന്താ? ഒരു സ്കൂളിലും നമ്മളെ പഠിപ്പിച്ചില്ല, ഒരു കോളേജിലും നമ്മളെ പഠിപ്പിച്ചില്ല. സോ നിങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷനില് ഒരു അക്ഷരമാണിത്, ഇ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അപ്പൊ ഈ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് ഈ സാധനം എന്താന്ന് പിടികിട്ടിയോ? നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ടും അതിന്റെ പുറത്തുള്ള പലിശയും അതിന്റെ പുറത്ത് വരുന്ന കൂട്ടുപലിശയും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഞാൻ ഈ പലിശ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കാരണം പലിശ മേടിക്കുന്നത് തെറ്റാണെന്ന് നമ്മൾ പഠിക്കുന്ന, എന്താ പറയാ, അങ്ങനെ ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. ഞാൻ അതിനെ ഒന്നും ഖണ്ഡിക്കുകയല്ല കേട്ടോ. ഞാനത് സമ്പത്തിന്റെ ശാസ്ത്രം പറയുകയാണ്, വിത്ത് ഓൾ റെസ്പെക്ട്. അപ്പോ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഫാക്റ്റില് ഇ എന്ന് പറയുന്ന ഒരു, കാരണം ഇതിനകത്ത് എന്റെ അവസാനം മനസ്സിലായി, നിങ്ങൾക്ക് അത് പലിശ വരുതേ ഇല്ല. ഞാൻ നിങ്ങളെ ലീഡ് ചെയ്യുന്ന വേറൊരു കോൺസെപ്റ്റിലേക്കാണ്. അപ്പൊ ഇ എന്ന് പറയുന്ന സാധനം, ലെറ്റർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ എവിടെയെങ്കിലും കണ്ടാവും സംശയിക്കുവോ? ഈ മനസ്സിലായോ രഞ്ജിത്തെ? ശരി. അപ്പോ ഒന്നാമത്തെ അല്ല, മൂന്നാമത്തെ ആണെന്നുള്ളേ പോയിന്റുകൾ വെച്ച് നോക്കുമ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. നിങ്ങളുടെ സമയം ബുദ്ധിപരമായി വിനിയോഗിക്കുക. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സമയം ഉണ്ടാവും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ? അമരത്വമാണ്. പക്ഷെ അമരത്വം ഒന്നും സംഭവിക്കാറില്ല. കുറച്ച് കഴിയുമ്പോ എന്താ പറയാ, നല്ല നിങ്ങള് കഴിഞ്ഞ ദിവസം നാടോടിക്കാറ്റ് സിനിമ കണ്ടു. നാടോടിക്കാറ്റ് സിനിമക്കകത്ത് ഈ മോഹൻലാലും ശ്രീനിവാസും കൂടി ഹോട്ടലിൽ കയറിയിട്ട് ശ്രീനിവാസൻ നല്ല കാച്ചാണ്, അപ്പൊ മോഹൻലാൽ പറയുന്ന ഡയലോഗ് നല്ല കാച്ചാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ശ്രീനിവാസൻ പറയുവേ, എടാ ആയ കാലത്ത് തിന്നാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, തിന്നാനായിട്ട് പറ്റില്ല. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താ? ഇതേപോലെ ഇങ്ങനെയൊക്കെ ഇരിക്കാവുന്ന അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളും ഒക്കെ എന്താവും? ഈ എടുക്കാത്ത ചരക്കായി മാറും, അല്ലെ? അപ്പോൾ ഈ ഉള്ള സമയത്തെ നമുക്ക് എങ്ങനെ ബുദ്ധിപരമായിട്ട് വിനിയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ കൊക്കക്കോള ആഗോള വിജയായതിന്റെ ഒരു രഹസ്യം, നിങ്ങൾക്ക് ഈ കൊക്കക്കോളയുടെ കഥ അറിയാമോ? കൊക്കക്കോള ഇന്ന് എവിടെയാ ഇല്ലാത്ത? കൊക്കക്കോള എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത ഏത് കുട്ടിയാ ഉള്ളേ? എന്നാൽ കൊക്കക്കോള പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. കൊക്കക്കോള എന്ന് പറയുന്നത് നമ്മൾ ബിയർ പബ്ബൊക്കെ പോലെ ഒരു മിഷനറി സ്ഥാപിച്ച് ആ ഒരു ഏരിയയിൽ നമ്മൾ പോയിട്ട് പബ്ബ് പോലെ ഇരുന്ന് കഴിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു കൊക്കക്കോളയുടേത്. കൊക്കക്കോളയ്ക്ക് എന്റെ പ്രൊഫഷൻ മെന്ററിംഗ് ആണ്. മെന്ററിംഗ് എന്ന് പറയുന്നതിനകത്ത് കീൻ ആയിട്ടുള്ള ഐഡിയാസ് ഇത് മുതലാളിക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ഒരു മെന്റർ അതിന്റെ മുതലാളിക്ക് ഒരു ഉപദേശം കൊടുത്തു, കൊക്കക്കോള കുപ്പിയിലാക്കി വിൽക്കുക. അത് കൊക്കക്കോളയെ സംബന്ധിച്ചിടത്തോളം അന്ന് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഒന്ന് ഈ മെഷീൻ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ സപ്ലൈ മുടങ്ങും. പിന്നെ സ്പേസ് വേണം, ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനും കുടിക്കാനൊക്കെ വലിയ സ്പേസ് വേണം. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ കൊക്കക്കോള പെട്ടപ്പോൾ ഒരു സിമ്പിൾ ഒരു സെന്റൻസ് ഉപദേശം ഒരു മെന്റർ കൊടുത്തു, കൊക്കക്കോളയെ കുപ്പിയിലാക്കുക.
കൊക്കക്കോളയെ കുപ്പിയിലാക്കുക എന്ന സിമ്പിൾ ആശയം ആ കമ്പനിയെ എവിടെ എത്തിച്ചു എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ചില ആശയങ്ങൾ ചില കമ്പനികളുടെ, ചില ഉൽപ്പന്നങ്ങളുടെ, ചില വ്യക്തികളുടെ ഭാവിയിൽ എത്ര വലിയ മാറ്റമാണ് വരുത്തുക എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കൊക്കക്കോളയുടെ വിജയരഹസ്യം എന്തായിരുന്നു? കൊക്കക്കോളയെ കുപ്പിയിലാക്കി. ഇതൊരു രഹസ്യമാണെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? അവിടെയാണ് നിങ്ങളുടെ സമയം 10 മടങ്ങാക്കുക എന്ന് പറയുന്ന ഒരു വലിയ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് എഴുതി വെക്കുക. എന്റെ സമയം 10 മടങ്ങാക്കുക. ഞാൻ ഈ തേപ്പൂരിന്റെ ഉദാഹരണം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ കൊറോണ വന്നപ്പോൾ നിങ്ങളുടെ ജീവനോപാധി മുട്ടി. അപ്പൊ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ നാട്ടിലൊരു തമിഴൻ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു തമിഴൻ ശിവനാണ് എന്റെ ഷർട്ടെല്ലാം തേക്കുക. ഞാനൊരു 10-20 ഷർട്ട് ഒന്നിച്ചുകൊണ്ട് കൊടുത്തിട്ട്, ഒരു ഷർട്ട് എനിക്ക് വന്ന് 12 രൂപയാന്ന് തോന്നുന്നു. അയാൾക്ക് തേപ്പ് കൂലി എന്ന് പറയുന്നത് 12 രൂപ, ഏകദേശം 280 രൂപയ്ക്കാണ് എനിക്കൊരു തവണ വരിക. അപ്പോ എനിക്ക് തോന്നുന്നത് ശിവൻ ഏകദേശം 100 ഷർട്ട് ചിലപ്പോൾ തേക്കുമായിരിക്കും. ഈ 100 ഷർട്ട് തേക്കുമ്പോൾ ശിവന് ഒരു ദിവസം 1200 രൂപയോളം വരുമാനം കിട്ടുന്നുണ്ട്. വളരെ ന്യായമായ നല്ല വരുമാനമാണല്ലേ. ശിവന് ഞായറാഴ്ച പകലൊന്നുമില്ല. ശിവൻ എപ്പോഴും നോക്കിയാലും അവിടെ തേക്കുണ്ടാവും. 30 ദിവസവും ശിവൻ തേക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം ഏകദേശം 36,000 രൂപയുടെ വരുമാനം. എനിക്ക് തോന്നുന്നു 100 അല്ല എന്നുള്ളത് ശിവന് തേക്കണേ. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ശിവന് ഉച്ചക്ക് തിരിച്ചു തരാറുണ്ട്. എന്നെ കൂട്ട് എത്രയോ ക്ലയൻസോടെ കൊണ്ട് കൊടുക്കുന്നതാണ്. ഏകദേശം ഒരു 10,500-2,000 രൂപയുടെ വരുമാനം ശിവനോട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശിവൻ ഒരു മാസം 50,000 രൂപ ചുരുങ്ങിയത് ഞങ്ങളുടെ ഈ നാട്ടിൽ വന്ന് തേച്ച് ഉണ്ടാക്കുന്നുണ്ട്. ശിവന്റെ പ്രൊഫഷൻ നല്ല വരുമാനമുള്ള പ്രൊഫഷൻ ആണോ അല്ലയോ? വരുമാനമുള്ള പ്രൊഫഷൻ തന്നെയാണ്. ശരി. അപ്പോ നിങ്ങൾ ഒരാൾ എൻ്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, സാർ ഞാനൊരു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനോപാധി മുട്ടി, എനിക്ക് വരുമാനമില്ല. എൻ്റെ നാട്ടിൽ ശിവൻ എന്ന് പറയുന്ന ആള് മാസം ഇത്ര രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് നാട്ടിലേക്ക് നല്ല പേരുണ്ട്. ഞാൻ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ അവിടെ കൊണ്ടേ വരും. അപ്പൊ ഞാൻ ഒരു തേപ്പ് കട തുടങ്ങുന്നതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് എന്ന് എന്നോട് ചോദിക്കുകയാണ് എന്ന് കരുതുക. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ എന്ത് പറയും? ഓൾറെഡി ഒരു തേപ്പുകാരനുണ്ടല്ലോ. അല്ല, നമുക്ക് കുഴപ്പമില്ല. അല്ല, അയാൾക്ക് അയാളെ സംബന്ധിച്ച് മീമിക്കാൻ പോകുന്നതിന് ഭേദമല്ലേ അല്ലേ? അപ്പൊ ആ തേപ്പുകടക്കാരനെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്നെ സംബന്ധിച്ച് ശിവനെ എനിക്ക് അറിയില്ല എന്ന് കരുതുക. എന്റെ നാട്ടിൽ ഒരാളല്ല വരുന്നത്, വേറെ എവിടുന്ന ഒരാളാണ് വരിക. അവിടെ തമിഴൻ തേക്കുന്നുണ്ടോ, എന്നെ സബ്ജക്റ്റ് അല്ല. ഇനി സിറ്റിയിലാണ് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെടില്ല. ഏതൊക്കെയും തേപ്പുകട തുടങ്ങിക്കഴിഞ്ഞാൽ ലോണ്ടറി ബിസിനസ് ലാഭകരമാണെന്ന് എനിക്കറിയാം. ഞാൻ സ്വാഭാവികമായിട്ട് അയാൾ എന്ത് പറയും? കുഴപ്പമില്ല, വലിയ ക്യാപിറ്റൽ, ഒരു ബിസിനസ് നമ്മൾ എങ്ങനെ നോക്കാം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര വരുന്നുണ്ടാവും, അല്ല ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ ഞാൻ പറയാണ്, ഇല്ല കുഴപ്പമില്ല, നോക്കിക്കോ, നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു വിട്ടാൽ അയാൾ അത് പോയി തുടങ്ങും. നേരെ മറിച്ച് ഈ മെന്ററിങ്ങിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അയാളോട് ഈ സെന്റൻസ് പറഞ്ഞു, നിങ്ങളുടെ സമയം 10 മടങ്ങാക്കുക. നിങ്ങളുടെ സമയം 10 മടങ്ങാക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ, ഇനി ശിവനോട് തന്നെ, ഇനി വേണ്ട, പുതിയ ആള് വേണ്ട, ശിവനോട് തന്നെ ഞാനിത് പറയാണ്. ശിവന്റെ സമയം 10 മടങ്ങാക്കുക എന്ന് പറഞ്ഞാൽ ശിവൻ അപ്പോൾ കത്തി. ശിവൻ എന്ത് ചെയ്യുന്നറിയോ? ശിവൻ നമ്മുടെ പരിസരത്തുള്ള 10 പഞ്ചായത്തുകളിൽ പോയിട്ട് കടമുറി എടുത്തു. ശിവൻ നാട്ടിൽ നിന്ന് 9 പേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു, നാട്ടിലെ സഹതമിഴന്മാരെ. ആ 9 പേർക്കും എങ്ങനെ ഷർട്ട് തേക്കാവുന്നതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം ശിവൻ 10 സ്ഥലത്ത് ഈ സെന്റർ ഓപ്പൺ ചെയ്തു. 12 രൂപ മേടിക്കുന്ന ഷർട്ടിന് ശിവൻ 8 രൂപ വെച്ച് ഓരോ പണിക്കാരനും കൊടുത്തു. ആ പണിക്കാരനെ സംബന്ധിച്ച് നാട്ടിൽ 500 രൂപയ്ക്ക് പണിതിരുന്നത്, അല്ലെങ്കിൽ 300 രൂപയ്ക്ക് പണിതിരുന്നത്, ഇവിടെ വന്ന് 100 ഷർട്ട് തേച്ചപ്പോൾ 800 രൂപയായി മാറി. ശിവനെ സംബന്ധിച്ച് 4 രൂപ വെച്ച് ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഷോപ്പിൽ നിന്ന് ലാഭം വന്നു തുടങ്ങി. ശിവന് 100 ഷർട്ട് അവിടെ തേക്കുന്നുണ്ടെങ്കിൽ ഒരു സെന്ററിൽ നിന്നും
400 രൂപ എക്സ്ട്രാ വരുമാനം വന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. 10 സെന്റിൽ നിന്നും ശിവൻ തൊടാതെ, ശിവന്റെ സമയം വിനിയോഗിക്കാതെ, ശിവന്റെ എഫർട്ട് എടുക്കാതെ ശിവന് അന്ന് 4000 രൂപ എക്സ്ട്രാ വരുമാനം വന്നു. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫ്രാഞ്ചൈസിങ്. ഇതിൽ ചെറുകിട കച്ചവടക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആശയം നിങ്ങൾക്ക് ഫ്രാഞ്ചൈസിങ്ങിലേക്ക് മാറ്റാൻ സാധിച്ചാൽ നിങ്ങളുടെ വരുമാനവും നിങ്ങളുടെ സമയവും 10 മടങ്ങാക്കി മാറ്റാൻ പറ്റും. ഈ ടൈം, ഇതാണ് ടി. ഞാൻ നേരത്തെ ഇ എന്ന് വാക്ക് പറഞ്ഞില്ലേ? രണ്ടാമത്തെ സാധനമാണ് ടി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്കൂളിൽ പഠിക്കാത്ത, കോളേജിൽ പഠിക്കാത്ത. അപ്പോൾ ഇപ്പൊ എന്റെ അടുത്ത് വന്ന ഒരാളെ ഞാൻ അയാളോട് പറയാണ്, നീ 10 ഫ്രാഞ്ചൈസിലേക്ക് എടുക്കുക, അടുത്ത വർഷം നീ ഇത് 100 ഫ്രാഞ്ചൈസിലേക്ക് അപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ഉപദേശം കൊടുക്കുകയാണ്. ഈ സെന്റൻസ് ആണ് ഞാൻ അയാൾക്ക് കൊടുത്ത ഉപദേശം. നിന്റെ സമയം ആദ്യം 10 മടങ്ങാക്കുക, പിന്നെ 100 മടങ്ങാക്കുക. അയാൾ അതുപ്രകാരം പോയിട്ട് ഇതിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിരീക്ഷ സൂചിപ്പിച്ചു, നമ്മൾ അനാമ എന്ന് പറയുന്ന ബ്രാൻഡിനെ നമ്മൾ 100 ഫ്രാഞ്ചൈസികളാക്കി മാറ്റാൻ പോവാണ്. അതിന്റെ പുറകിലുള്ള ബുദ്ധികേന്ദ്രം മനസ്സിലായോ? അതിന്റെ പുറകുള്ള ലിവറേജ് മനസ്സിലായോ? ഒരു ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ വിൻ വിൻ പോളിസിയാണ്. 300 രൂപ തമിഴ്നാട്ടിൽ കൂലി കെട്ടി നായക്ക് ഇവിടെ വന്ന് 800 രൂപ കിട്ടി. അയാൾ 200 ഷർട്ട് തയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂലി 1600 ആയി. അതേപോലെ തന്നെയാണ് ഒരു ഫ്രാഞ്ചൈസിങ് കൊടുക്കുമ്പോൾ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നത് പോലെയല്ല. ഒരു ഇത്ര വർഷം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ ഫ്രാഞ്ചൈസിയാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോ KFC ഫ്രാഞ്ചൈസിങ് സ്ഥാപനമാണ്, മക്ഡൊണാൾഡ് ഫ്രാഞ്ചൈസിങ് സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഒരു വിൻ വിൻ പോളിസിയാണ് ഫ്രാഞ്ചൈസിങ് സിസ്റ്റം. ഫ്രാഞ്ചൈസിങ്ങിൽ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നത് ഫ്രാഞ്ചൈസറുടെ ടൈമാണ്. അപ്പൊ രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത് ബി എ ഫ്രാഞ്ചൈസർ. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെ ഫ്രാഞ്ചൈസി കൊടുക്കാൻ അതിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയർത്തണമെന്നാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഡയറക്ട്ലി. എന്റെ നമ്പർ നോട്ട് ചെയ്യുക, 8301052402. ഇത്രയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇക്വസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. 8301052402. പുതിയ ആൾക്കാരാണ് കേട്ടോ. ഇല്ലെങ്കിൽ റീഡേഴ്സ് ക്ലബിലാണെങ്കിൽ അവിടെ എന്റെ നമ്പർ കിടപ്പുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ പരിചയപ്പെടുത്തി ആരെങ്കിലും കൂട്ടുകാരി ചോദിച്ചാൽ മതി. ഇത്രയും നിങ്ങൾ മനസ്സിലായെങ്കിൽ ഈ ഒരു പദം ശ്രദ്ധിച്ചോണം, ലിവറേജ്. നമ്മൾ ഉത്തോലകം എന്ന് ഈ പദത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ഭാരിച്ച കാര്യങ്ങളെയും എത്ര ഭാരിച്ച സ്വപ്നങ്ങളെയും നമുക്ക് ലിവറേജ് ഉണ്ടെങ്കിൽ അതിജീവിക്കാം. ലീ ആണ്, ബി അല്ല. വാക്കുകൾ തെറ്റിപ്പോരുത്. സി, എന്താണ് ലിവറേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടുള്ള ഒരു കാര്യം ഞാൻ കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടി സംഘമായി ചെയ്ത് അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലം എടുത്തുകൊണ്ട് ഞാൻ എടുക്കുന്ന പ്രതിഫലമാണ് ലിവറേജ്. ഒന്നുകൂടി പറയാം. എനിക്ക് ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലില് 5 പണിക്കാരുണ്ട്. എന്റെ അന്നത്തെ മൊത്തം വരുമാനം, മൊത്തം ലാഭം തീരുമാനിക്കുന്നത് ഈ 5 പണിക്കാരുടെയും എന്റെയും കൂടി അധ്വാനത്തിന്റെ ഫലമാണ് എന്റെ ലാഭം. എന്നാൽ ഞാൻ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരാളുടെ വരുമാനം മാത്രമേ അതിൽ ഓരോരുത്തർക്കും കിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് എന്റെ ശമ്പളം വാങ്ങി അവരുടെ സമയം അവർ എനിക്ക് തരുന്നത് കൊണ്ട് എനിക്ക് 6 പേരുടെയും സമയം കിട്ടുന്നു. അപ്പൊ എനിക്ക് 5 പേരുടെ ലിവറേജ് ഉണ്ട്. ആ 5 പേർക്കും അവരുടെ മാത്രമേ ലിവറേജ് ഉള്ളൂ. ലിവറേജിന് വ്യത്യാസം മനസ്സിലായോ? അപ്പോ നെക്സ്റ്റ് പോകുന്ന ഈ സെന്റൻസ് ആണ് ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ടി ഇൻറ്റു ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ ഫ്രീഡം. ടി ഇൻറ്റു
ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതിന്റെ ഡെപ്തിനനുസരിച്ച് ടിയുടെ ഇപ്പൊ ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഒരു ദിവസത്തെ 8 മണിക്കൂർ 9 മാത്രമേ നിങ്ങൾക്ക് ടി ഉള്ളെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ സെഗ്മെന്റിൽ അതിന്റെ ഡെപ്ത് കുറഞ്ഞിരിക്കും. നിങ്ങളുടെ പൈസയുടെ ഗ്രോത്ത് എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ഈ സ്കോർ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് കുറഞ്ഞിരിക്കും. ടിയും ഇയും എന്താന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടി കൂട്ടാം, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കൂട്ടാം. കാരണം ടി കൂട്ടണമെങ്കിൽ നിങ്ങൾ കുറെ പേരെ കൂടെ കൂട്ടണം. കുറെ പേരെ കൂടെ കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അതിന് വേണ്ട പദ്ധതി ഉണ്ടാവണം, അതിന് വേണ്ട പ്രൊജക്റ്റ് ഉണ്ടാവണം. ആ പ്രൊജക്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ട ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം, അതിന് വേണ്ട ലാൻഡ് വേണം, ലേബർ വേണം, പുതിയ ഐഡിയ വേണം, അത് മാർക്കറ്റ് ചെയ്തപ്പെട്ട് പോകണം. അങ്ങനെ അല്ല വെറുതെ കുറെ ആൾക്കാരെ കൂടിയിട്ട് എന്താ കാര്യം. ഞാൻ പറയാണ് നാളെ മുതൽ ട്യൂരം കവലിലേക്ക് ഇറങ്ങുന്നത് പറയാണ്, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പണിയെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചോദിക്കും എന്ത് പണി, അത് പറയാൻ നമ്മുടെ ഉണ്ടാവണം. ഇനി പണിയെടുക്കാൻ തയ്യാറായിട്ട് വന്നാൽ തിരിച്ച് ശമ്പളം കൊടുക്കണ്ടേ? റിട്ടേൺ ഇല്ലാതെ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? റിട്ടേൺ ഉണ്ടാവണം എന്ത് ചെയ്യണം? ഒരു കിടിലിന് ആശയമായിരിക്കണം. നമ്മൾ വെക്കുന്ന ആശയം ഫ്ലോപ്പ് ആണെങ്കിലോ? ഇനി എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ കാര്യം എടുക്കാം. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ബ്ലേഡ് വ്യവസായം. കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ കടകളിൽ ചെറിയൊരു പറ്റുബുക്ക് ഇരിപ്പുണ്ടാവും. അവർ 100 രൂപയ്ക്ക് 90 രൂപ കൊടുക്കും. 100 രൂപയ്ക്ക് 90 രൂപ കൊടുത്തിട്ട് 3 മാസം കൊണ്ട് 1000 രൂപ 100 രൂപ അടച്ച് തിരിച്ചു ചേർക്കണം. അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് 9,000 രൂപ കൊടുക്കും. 100 ദിവസം കൊണ്ട് 10,000 രൂപ അടച്ചു ചേർക്കണം. അപ്പോൾ ഇയാൾ അങ്ങനെ ഒരു 10 കടകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് അന്നേ ദിവസം 1000 രൂപ വരുമാനം ഉണ്ടാവും. വരുമാനം തിരിച്ച് കയ്യിൽ വന്നു. ഇയാൾ പിറ്റേ ദിവസം 1000 രൂപ കൂടി പലിശ കൊടുക്കാണ്, 900 രൂപ പലിശ കൊടുക്കാണ്. അയാളുടെ 100 രൂപ ഉണ്ട്. പിറ്റേ ദിവസം അയാൾക്ക് 1100 രൂപ അയാൾക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഇയാളുടെ പണം എക്സ്പോണൻഷ്യലി ഇരട്ടിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അത് ഇതിലും വലിയ ഇൻട്രസ്റ്റ് ആണ് മീൻ മാർക്കറ്റുകളിൽ ഡെയിലി നടക്കുന്നത്. രാവിലെ കച്ചവടം ചെയ്യാൻ 9,000 രൂപ കൊടുക്കുകയും വൈകുന്നേരം ആകുമ്പോൾ 1000 രൂപ തിരിച്ചു വാങ്ങുകയും ചെയ്യും. സോ ഒറ്റ ദിവസത്തെ 10,000 കൊണ്ട് അയാൾ എത്ര ഉണ്ടാക്കി? ഒരു ദിവസത്തെ 9,000 കൊണ്ട് അയാൾ 1000 രൂപ വരുമാനം ഉണ്ടാക്കി. പിറ്റേ ദിവസം അയാൾ 11,000 രൂപയാണ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നത്. പിറ്റേ ദിവസം അയാൾ 12,000 സംതിങ് ആണ്. പിറ്റേ ദിവസം അയാൾ 14,000 ആണ്. ഈ പറയുന്നത് പോലെ 7-8 തവണ കൊണ്ട് ഈ പറയുന്ന എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കൂട്ടിയാൽ അയാളുടെ പണം 7 ദിവസം കൊണ്ട് ഇരട്ടിക്കുന്ന കാണാൻ പറ്റും. നോക്കൂ, അത് നല്ലതാന്നല്ലേ ഞാൻ പറയുന്നത്, മോശമാണ് അല്ലെ? പക്ഷെ കച്ചവടക്കാരെ സംബന്ധിച്ച് എന്താ, ശൂന്യമായ കൈയുമായിട്ട് വന്നു, ഒരാൾ പൈസ തന്നു, 1000 രൂപ ലാഭം കിട്ടി, അയാൾക്ക് 100 രൂപ പലിശ കൊടുത്തു. അവരെ സംബന്ധിച്ച് ഹാപ്പിയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ പാൻഡമിക് സിറ്റുവേഷനില് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം എന്തും ആയിക്കോട്ടെ, എന്റെ ബെസ്റ്റ് ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി സജസ്റ്റ് ചെയ്യാണ്. ദാറ്റ്സ് വൈ ഐ ആം പ്രിഫറിംഗ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു സമ്പന്നന്റെ ശാസ്ത്രത്തിൽ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ടൈം ലിവറേജിങ്ങും എക്സ്പോണൻഷ്യൽ ഗ്രോത്തുമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ സമ്പന്നതയുടെ ഫോർമുലയെങ്കിൽ ഈ ടൈം ലിവറേജും എക്സ്പോണൻഷ്യൽ ഗ്രോത്തും ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ലോകത്തില് സാധാരണക്കാരന് പ്രാപ്യമായ ഒരേ ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് പല ആസ്പെക്റ്റും പല ആംഗിളും ഉണ്ടാവാം. നമുക്ക് മുമ്പേ ഇവിടെ ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്ത കുറെ ആൾക്കാർ വരുത്തി വെച്ച കുറെ ചീത്തപ്പേരുകൾ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയെ ശരിയായി പഠിച്ചാൽ, വിത്ത് മൈ ബെസ്റ്റ് ഓഫ് നോളജ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. കാരണം
ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനായി മാറാൻ ഡയറക്റ്റ് സെല്ലിംഗ് മോശമാണെന്ന് പറയുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് വിശദീകരിച്ചു തരാൻ പറ്റുമോ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട്? വേണ്ട, അയാളെങ്കിലും രക്ഷപ്പെട്ട് കാണിച്ചിട്ടുണ്ടാവോ? കാരണം അയാളുടെയും സമ്പത്തിന്റെ ശാസ്ത്രം എന്താ? ഏണിംഗ് മണി, സ്പെൻഡിങ് ഇൻ ലയബിലിറ്റീസ്, ഡൈയിങ് ഇൻ ലയബിലിറ്റീസ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൈസ മിച്ചം വെച്ച് ഒരു വീടും വെച്ച് ഒരു 4 ചൂൽക്കകത്ത് കഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, സമ്പത്തിനെ ആസ്വദിക്കാൻ സമയം വേണം. സമയം ഉണ്ടായിട്ട് കാര്യമില്ല, സമയത്തെ ആസ്വദിക്കാൻ സമ്പത്ത് വേണം. ഇത് രണ്ടും ഉണ്ടാക്കാൻ എനിക്ക് എന്റെ കയ്യിൽ ശൂന്യതയിലേക്ക് വരുന്ന ഒരാളോട് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ, ഇപ്പൊ എന്റെ അടുത്തേക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയായിട്ട് ആൾ പ്രൊജക്ട് ചെയ്യാൻ വന്നാൽ ഞാൻ അയാൾക്ക് പറ്റിയൊരു പ്രൊജക്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ചെട്ടിയാർ ആൻഡ് സൺസിൽ ഞാൻ മെന്റർ ചെയ്യുന്ന ചെട്ടിയാർ ആൻഡ് സൺസ് എന്റെ അടുത്തേക്ക് വന്നത് 5 കോടി രൂപയുമായിട്ടാണ്. 5 കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിയാണ്. ഞങ്ങൾ 55 കോടിയിലേക്ക് അവരെ ചെയ്തത്. ഇപ്പൊ ഇങ്ങനെ പല ആംഗിളിൽ വരും. അപ്പൊ എന്റെ അടുക്കൽ വരുന്ന ഒരു സാധാരണക്കാരനാണോ? എന്റെ അടുക്കൽ വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ജീവനക്കാരനാണോ? അല്ലെ എന്റെ അടുക്കൽ വരുന്നത് സാർ എനിക്കൊന്നും മിച്ചം വെക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു എക്സ്ട്രാ ഇൻകം വേണം, അല്ലെങ്കിൽ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും എന്നിലേക്ക് ആഡ് ചെയ്യപ്പെടണം സാർ, എനിക്ക് എന്റെ സമയം മാറ്റിവെക്കാവുന്ന സമയം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ പ്രിഫർ ഡയറക്റ്റ് സെല്ലിംഗ്. കാരണം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ടീ എടുക്കുക. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എനിക്കൊരു 10, 20, 50 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അവിടെ ടി എന്ന് പറയുന്ന ഫാക്ടർ 50 എന്റെ ഒരു ദിവസം 8 മണിക്കൂറാണ് ഞാൻ ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ അതിൽ അവർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ എന്റെ ടി എന്ന് പറയുന്നത് 100 മണിക്കൂറായി. എനിക്ക് 100 മണിക്കൂർ ലിവറേജ് കിട്ടുന്ന, ലോകത്തിലെ പണം കൊടുക്കാതെ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി ചൂണ്ടിക്കാണിച്ചു തരാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. ഇനി 2, ഇ സ്ക്വയർ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരികയാണ്. നിങ്ങൾക്ക് ഇന്ന് 10 പൈസ മാറ്റിവെക്കാൻ പറ്റുമോ സമ്പത്തിലേക്ക്? എത്ര പേർക്ക് കപ്പാസിറ്റി ഉണ്ട്? എത്ര പേർക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ട്? ഇന്ന് വരുമാനത്തിൽ നിന്നും 10 പൈസ ഇന്നേ ദിവസം മാറ്റിവെക്കാൻ കഴിവുള്ള എത്ര പേര് കൂട്ടത്തിരിപ്പുണ്ട്? എല്ലാവർക്കും ഉണ്ടാവും സാറേ. എല്ലാവർക്കും ഉണ്ടാവും. ഉണ്ടാവും. ഉണ്ട്. ഫൈൻ, വെരി ഗുഡ്. യു ആർ റിച്ച്. യു പീപ്പിൾ ആർ റിയലി റിച്ച്. 10 പൈസയൊക്കെ ഓഫ്. ശരി. അപ്പൊ ഇനി നിങ്ങൾക്ക് തോന്നുന്ന ഇയാൾ കളിയാക്കല്ല കേട്ടോ. നാളെ നിങ്ങൾക്ക് 20 പൈസ മാറ്റിവെക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പറ്റും? വെറും 20 പൈസ മാറ്റിവെക്കാൻ പറ്റും. എത്ര പേരുണ്ട് നാളെ? മറ്റന്നാൾ 40 പൈസ മാറ്റിവെക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതിന്റെ അടുത്ത ദിവസം 80 പൈസ. അപ്പൊ മാറ്റിവെക്കേണ്ട പണത്തിന്റെ തുക മനസ്സിലായോ? അതിന്റെ അടുത്ത ദിവസം വെറും 1 രൂപ 60 പൈസ. അതിനടുത്ത ദിവസം വെറും എത്രയാ? 3 രൂപ. 3 രൂപ സംതിങ്. ഇനി വേണ്ട, റൗണ്ട് 4 ആക്ക്. റൗണ്ട് 4 ആയിക്കോ, ചില്ലറ പിടിക്കണ്ട. പിന്നെ 8 ആക്കണം, പിന്നെ 12 ആക്കണം. അങ്ങനെ ഒരു മാസം, വെറും 1 മാസം. പലരും പറയുമല്ലോ ഞാൻ റിച്ച്, എനിക്ക് പൈസ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമല്ലോ. 1 മാസം അങ്ങനെ പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന 1% താഴെ ആൾക്കാർ മാത്രമേ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു. 17-ാമത്തെയോ 18-ാമത്തെയോ ദിവസം നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ അവരോട് കുവൈറ്റിലുള്ള കുറച്ച് പേര് പറഞ്ഞു, നിങ്ങൾ ഒരു ദിനാറോ റിയാലോ എന്നാ അവിടെ ദിനാറ് ഒരു ദിനാറ് മാറ്റിവെക്കാൻ പറഞ്ഞു. ഇവർക്ക് പുച്ഛായിരുന്നു. See, that is the power of compounding. That is the power of duplication. അതേ പവർ അതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിവുള്ള ലോകത്തിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. കാരണം നിങ്ങൾ ഇന്ന് അവിടെ ഡയറക്റ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ എണ്ണം 1 ആയിരിക്കാം, 2 ആയിരിക്കാം. അത് ഒരു മാസം കൊണ്ട് അത് 4 ആയാൽ, 2-ാമത്തെ മാസം കൊണ്ട് നിങ്ങൾക്ക് അത് 8 ആക്കി മാറ്റാൻ സാധിച്ചാൽ, 3-ാമത്തെ മാസം കൊണ്ട്, ഇനി മാസം എന്നുള്ളത് വർഷം എടുക്കൂ, അങ്ങനെയെങ്കിൽ പോലും നിങ്ങൾ രക്ഷപ്പെടും.
ദിസ് ഈസ് ദ പവർ. ഈ പവറുള്ള, ഈ ലിവറേജ് ഉള്ള സാധാരണക്കാരന് എന്താ പറയാ, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെ അവന്റെ സമയം ഉപയോഗിച്ച് ചെയ്യാൻ കഴിവുള്ള ലോകത്തിലെ നമ്പർ 1 ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. കാരണം അതിന് പുറകിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമ്പന്നതയുടെ ശാസ്ത്രം കിടപ്പുണ്ട്, സമ്പന്നതയുടെ ഇക്വേഷൻ കിടപ്പുണ്ട്. നമ്മൾ പക്ഷേ ഡയറക്ട് സെല്ലിങ്ങിനെ അനലൈസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വന്ന് വാദോരാതെ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പ്രവൃത്തിയിൽ നിന്നോ പണ്ട് ഇവിടെ ഉണ്ടായ പല പ്രശ്നങ്ങളുടെ പുറകിൽ നിന്നോ ഒക്കെ ആയിരിക്കാം നമ്മൾ ഡയറക്ട് സെല്ലിംഗ് അനലൈസ് ചെയ്യുക. അല്ലെ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും ഉൽപ്പന്നം തന്ന് വേറെ അങ്ങനെ കുറെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അവിടെ എന്റെ ബെസ്റ്റ് ഓഫ് ബിലീഫിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന, ഞാൻ ചെയ്യുന്ന എന്റെ സ്വന്തം ഓർഗനൈസേഷനാണ് ഓക്സിനവ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ 7 കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർക്ക് പൈസ പോയത്. ഒന്ന്, ഇവിടെ സോൾഡ് ആയിട്ട് നിയമമില്ലായിരുന്നു, ഇന്ന് നിയമമുണ്ട്. ഇവിടെ ഒരു ആൾക്കാരെ പറ്റിക്കാൻ വന്ന കുറെ മാനേജ്മെന്റുകൾ ഉണ്ടായിരുന്നു, ഇതിന്റെ മാനേജ്മെന്റുകൾ ഒന്ന് ഞാനാണ്. ട്രസ്റ്റ് മീ, എനിക്ക് എന്റെ ജീവിതം കൊണ്ടേ പറയാൻ പറ്റുള്ളൂ. 3, ഇവിടെ കുറെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നം കൊണ്ടായിരുന്നു, ഇവിടെ കുറെ നിർബന്ധിത പർച്ചേസുകൾ, ആൾക്കാരെ കൊണ്ട് നിർബന്ധമായിട്ട് അനാവശ്യമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഒക്കെ കൊണ്ടായിട്ടായിരുന്നു. പിന്നെ 7ാമതായിരുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ഒരു സാധാരണക്കാരൻ ഈ ബിസിനസ്സിൽ വന്നാൽ എങ്ങനെ വിജയിക്കണം എന്നുള്ള സിസ്റ്റം ഇല്ലായിരുന്നു. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഇതാണ് ഞാൻ പഠിപ്പിക്കുക. എന്റെ കൂടെ വരുന്ന ഓരോരുത്തർക്കും ഈ ഇൻഡസ്ട്രിയിൽ വിജയിക്കാൻ ആവശ്യമായ അറിവ് കൊടുത്തുകൊണ്ട്, കഴിവ് കൊടുത്തുകൊണ്ട്, ഓരോ സാധാരണക്കാരനെയും, എല്ലാവരും എല്ലാ മേഖലയും ചെയ്യുന്ന ബിഗിനറാണ് അല്ലെ. ഞാൻ കൃഷിയിലേക്ക് വന്നപ്പോൾ ഞാൻ ബിഗിനർ ആയിരുന്നു. പിന്നെ ചെയ്ത് കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് പഠിച്ചെടുത്തതാണ്. ഇപ്പോഴും നമ്മൾ പറയുന്നത് അറിഞ്ഞതൊക്കെ കടുകോളം, അറിയാനുള്ളത് കടലോളം. അപ്പോ സ്വന്തമായിട്ട് നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഒരു മാറ്റം, കാരണം ഈ ഒരു ആസ്പെക്ടിനെ കുറിച്ച്, ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ ചില പല ഇതും നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേട്ട് കേൾവി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്രജുഡിസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വാതിലുകളിൽ കയറുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ അതേ വാതിൽ തന്നെ ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഞാൻ നിങ്ങളെല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഫോർമുല ആദ്യം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് വരുത്താൻ ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ സംസാരിക്കുന്നത് ഒരു കോമൺ മാന് വേണ്ടിയിട്ടാണ്. ഒരു സ്വപ്നം ഇങ്ങനെ പോരെ സാർ, എനിക്ക് എന്റെ സ്വപ്നത്തെ മുറുകെ പിടിക്കണം എന്നുള്ള ഒരു വലിയ സ്വപ്നം കാണാൻ കഴിവുള്ളവർക്ക്, വലുതായി ചിന്തിക്കാൻ കഴിവുള്ളവർക്ക്, വലിയ രീതിയിൽ പോകാനുള്ള മാർഗം കാണിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ്. നല്ല കമ്പനികളെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന കമ്പനിയാണ് ഞാൻ കാണിച്ചത്, എനിക്കത് ബെസ്റ്റ് ഓഫ് നോളജ് ആണ്. മറ്റൊരു കമ്പനിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചിട്ട് പറയാം ആ കമ്പനി ബെസ്റ്റ് ആണോ എന്ന് പറയാം, അല്ലാതെ എന്റെ കമ്പനി തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. യു ക്യാൻ ചൂസ്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു ഇക്വേഷൻ കിടപ്പുണ്ട് പുറകിൽ, T/E² എന്ന് പറയുന്ന ഇക്വേഷൻ, സമ്പന്നതയുടെ ഇക്വേഷൻ. ഞാൻ ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സെന്റൻസ് ഞാൻ പറയുന്നതിന് മുമ്പ് അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ അംഗീകരിക്കാം. നീ ആ പാർട്ട് മാറ്റി വെച്ചാൽ തന്നെ ആ ഇക്വേഷൻ പ്രാവർത്തികമാക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കടയുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഫ്രാഞ്ചൈസിങ്ങിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെ നിങ്ങളുടെ സമയം 10 മടങ്ങാക്കാം എന്ന് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ ആ ബിസിനസ്സിൽ അതിനെ കൂടി ഗ്രോത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഞാൻ ഈ സംസാരിച്ചത് നിങ്ങളുടെ എക്സ്ട്രാ വരുമാനത്തെക്കുറിച്ചും എക്സ്ട്രാ ഇൻകത്തെ കുറിച്ചുമാണ്. സോ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കോപ്പി അടിക്കാൻ പഠിച്ചാൽ മതി. നമുക്ക് മുമ്പേ ജീവിതത്തിൽ വിജയിച്ചവർ എങ്ങനെയാണോ വിജയിച്ചത് എന്ന് കോപ്പി അടിക്കാൻ പഠിച്ചാൽ മതി. നമുക്ക് മുമ്പേ വിജയിച്ചവർക്കൊക്കെ ഈ പറയുന്ന പോലെ സമ്പത്തിനെ, അവരുടെ പണത്തെ കുമിഞ്ഞു കൂടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇരട്ടിക്കുന്ന രീതിയിൽ അവർ മര്യാദയ്ക്ക് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് പലരുടെയും സമയം അവർ വില കൊടുത്തോ അല്ലാതെയോ അവർ വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് അവരുടെ സയൻസ്. നിങ്ങൾ ഒരു സ്കൂളിലും ഒരു കോളേജിലും ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. സോ ബിൽഡ് എ പോസിറ്റീവ് മണി മൈൻഡ് സെറ്റ്. സമ്പത്ത് എന്ന് പറയുന്നത് കേൾക്കാൻ മാത്രമുള്ളതല്ല, സമ്പത്ത് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ കൂടിയിട്ടുള്ളതാണ്. സോ സമ്പത്തിനെ സമ്പത്തായി കണ്ടുകൊണ്ട് തന്നെ, ബഹുമാനിച്ചുകൊണ്ട് തന്നെ പോകുന്ന, ഇനി ആരെങ്കിലും ഒരു നല്ല വണ്ടിയെ പോകുമ്പോൾ അതിനെ പുച്ഛിക്കരുത്. അയ്യേ പിന്നെ അവരൊക്കെ എന്തോ തട്ടിപ്പ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. നമ്മുടെ നാട്ടിൻ പുറത്തൊരു കാഴ്ചയാണ്. മക്കളോട് മേലെ പറയരുത്, എടാ നമ്മളൊക്കെ പാവപ്പെട്ടവനാടാ, ഇരുന്നിട്ട് കാലം, ഇതൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് മേലാൽ പറയരുത്. ദാരിദ്ര്യത്തെ വീട്ടിലേക്ക് എന്ത് ചെയ്യരുത്, വിളിച്ചു വരുത്തരുത്.
കീഴ്പോട്ട് നോക്കി നടക്കടാ, അല്ലെ, കൊക്കിലൊതുങ്ങുന്നത് കൊത്തടാ, ഇതൊക്കെ നമ്മളെ നമ്മുടെ കാർന്നേമാർ പഠിപ്പിച്ച സാധനമാണ്. അതിൽ പെട്ട് നമ്മൾ നമ്മുടെ ജീവിതം എന്താ പറയാ പെട്ടുകളയരുത്. ഈ നമ്മൾ പെട്ടെങ്കിൽ നമ്മുടെ മക്കളെ എന്ത് ചെയ്യരുത്, പെട്ടുകളയരുത്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊടുക്കുക. ഫിനാൻസ് എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. ഈ ഇലക്ഷൻ കഴിയും, 2-ാം തീയതി കഴിയും, പലരും മന്ത്രിയാവും, ആര് മന്ത്രിയാവും, ഒക്കെ മന്ത്രിയാവട്ടെ. ഇപ്പൊ എക്സിറ്റ് പോളുകൾ ടി വിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് അത് നിങ്ങൾക്ക് കിറ്റുകൾ കിട്ടും, നിങ്ങൾക്ക് റേഷൻ കിട്ടും, അത് കിട്ടും, ജീവിച്ചു പോവാം. നിങ്ങളുടെ വീട് ചോർന്നൊലിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സർക്കാർ ഇന്ന് വീട് കിട്ടും, അല്ലെങ്കിൽ നാട്ടുകാർ പിരിവിട്ട് വീട് കെട്ടിത്തരും. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ മേളിൽ നാട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ബേസിക് നീഡ്സിന്റെ പേരിലേ നാട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്യൂ. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. അതിന് സ്വപ്നങ്ങളെ മുറുകെ പിടിക്കാനുള്ള കഴിവുണ്ടാവട്ടെ. അതിന് ഒരു മാർഗമാവാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കട്ടെ. ഇതിന് ഒരു പുതിയ വിഷയമായതുകൊണ്ട് എത്രത്തോളം ലൈറ്റ് ആക്കാവോ അത്രത്തോളം ലൈറ്റ് ആക്കി ഞാനിത് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ പേപ്പറും പേനയും ഒക്കെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നെയും കൂടി ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. എനിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു Thank you, sir. രാജി. താങ്ക് യു. Thank you very much. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സാറ്. നമസ്കാരം സാറ്. നമ്മുടെ അനാമയെ പറ്റി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. സാറ് കൃഷിയിലേക്ക് ഇറങ്ങി മാത്രം പറഞ്ഞോളൂ. സാറിന്റെ നെല്ലിന്റെ എത്ര വിത്തുണ്ടെന്ന് സാർ ഒന്ന് കൊള്ളായിരുന്നു. സാർ ഒരിക്കൽ നമ്മള് എന്താ പറയാ ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ പുതിയ ആരെങ്കിലും ഉണ്ടോ? പുതിയ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനാ സതീഷ്.